സത്യമാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് ഇന്ത്യ റിപ്പബ്ലിക്കായി ഭരണഘടന അംഗീകരിച്ചു എന്നതുപോലെ അറിയാത്ത രൂപത്തിലായിരുന്നു കഴിഞ്ഞ ഗവർണർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. തമിഴ്നാട് ഗവർണറും അങ്ങനെ തന്നെയാണ്. ഭരണഘടന, ഞാൻ അദ്ദേഹത്തെ ഇരിക്കുന്ന വേദിയിൽ തന്നെ ഒരു ഘട്ടത്തിൽ ഭരണഘടനയുടെ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ ഭരണഘടനയ്ക്കകത്ത് കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ സുപ്രീം കോടതി ഉയർത്തിപ്പിടിച്ചത്. കേരളത്തിലെ ഗവൺമെന്റിന്റെ നിലപാടിനെ കൂടി ശരിവെക്കുമ്പോഴാണ് എല്ലാ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകളുടെയും അധികാരത്തെ, ഏത് പാർട്ടിയിൽപ്പെട്ടതാകട്ടെ, തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകൾക്കാണ് നമ്മുടെ സംവിധാനത്തിൽ അധികാരം ഭരണഘടന നൽകുന്നത്. അത് പൂർണ്ണമായിട്ട് ശരിവെക്കുകയും അതിന്റെ പ്രയോഗത്തിന് സമയബന്ധിതമായ വ്യവസ്ഥ കൊണ്ടുവരികയുമാണ് ചെയ്തിട്ടുള്ളത്. അതെന്തായാലും വളരെ സ്വാഗതാർഹമാണ് ഈ വിധി. അല്ല, ഇത് പ്രാക്ടിക്കലാകാൻ രാഷ്ട്രീയ ലക്ഷ്യം ഏത് ഗവർണർ ആണെങ്കിലും ഇനി ഇങ്ങനെയല്ലേ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. എന്നുവെച്ചാൽ വീറ്റോ അധികാരമില്ല, അത് പ്രധാനം. എന്നുവെച്ചാൽ നിയമസഭയാണ് നിയമം പാസ്സാക്കുന്നത്. നിയമസഭയെ പാസ്സാക്കുമ്പോൾ നിയമത്തിന് ഭരണഘടനാപരമായ സാധുതയുണ്ടോ ഇല്ലയോ എന്ന പ്രശ്നം പരിശോധിക്കാൻ സാധാരണഗതിയിലുള്ള അധികാരം നീതിന്യായ സംവിധാനത്തിനാണ്. പാസ്സാക്കി കഴിഞ്ഞാൽ ഗവർണർക്ക് ഒപ്പിടാം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾക്കകത്ത് ഇന്ന അഭിപ്രായങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് നിയമസഭയ്ക്ക് തിരിച്ചയക്കാം. തിരിച്ചയച്ചു കഴിഞ്ഞാൽ നിയമസഭ അത് ചർച്ച ചെയ്ത് വേണമെങ്കിൽ അത് ഉൾക്കൊള്ളാം, അല്ലെങ്കിൽ പഴയതുപോലെ തന്നെ തിരിച്ചു വീണ്ടും ഗവർണർക്ക് അയക്കാം. അത് നിയമസഭ വിൽ ഓഫ് ദ ഹൗസ് ആണ്. സഭയുടെ ആ വില്ലാണ് അതിനകത്ത് പ്രകടിതമാകുന്നത്. അത് തിരിച്ചയച്ചു കഴിഞ്ഞാൽ പിന്നെ ഗവർണറിന് മുൻപിൽ മറ്റു മാർഗങ്ങളില്ല, ഒപ്പിടുക മാത്രമേ മാർഗമുള്ളൂ. അത് വച്ച് വീട്ടുക എന്നതാണ് സ്വീകരിച്ചത്. അപ്പൊ അതിനും 1 മാസം, സാധാരണ ബില്ലുകൾക്ക് 3 മാസം. അത് വളരെ നല്ല നിലപാടാണ് സുപ്രീം കോടതി സ്വീകരിച്ചിട്ടുള്ളത്. രാഷ്ട്രപതിക്ക് ഇത്തരം ബില്ലുകൾ വീണ്ടും അയച്ച് തെറ്റായി എന്നുള്ളതും വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് സുപ്രീം കോടതി ഉയർത്തിപ്പിടിച്ചത്. ഒരു ഗവർണർക്കും ഇനി ചട്ടുകമായി പ്രവർത്തിക്കാൻ കഴിയില്ല. ഭരണഘടനാപരമായി തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിസഭയുടെ അഡ്വൈസ് അനുസരിച്ച് സഹായിക്കുക എന്ന കർത്തവ്യമാണ് ഗവർണർ നിർവഹിക്കേണ്ടതെന്ന ഭരണഘടനയുടെ അന്തസത്ത പൂർണ്ണമായും ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. ഒരു വ്യക്തിക്കെതിരെയല്ലല്ലോ കേസ് പോകുന്നത്, പ്രശ്നത്തെ സംബന്ധിച്ചാണ്. ഈ ചില ആളുകൾ ആ പ്രശ്നം സങ്കീർണമാകുന്നു. നേരത്തെ അദ്ദേഹം കരുതിയിരുന്നത് ഞാൻ ഇതിന്റെ മുകളിൽ അടയിരുന്നാൽ പിന്നെ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഒപ്പിടുന്നില്ല. ഒപ്പിടാനായിട്ട് ഭരണഘടന സമയം പറഞ്ഞിട്ടുണ്ടോ എന്നായിരുന്നു ചോദ്യം ഉണ്ടായിരുന്നത്. ഇപ്പൊ ഭരണഘടനയെ ഒന്നുകൂടി വികസിതമാക്കി. ഇപ്പൊ ഇത് ഭരണഘടനയുടെ ഒരു തുടർച്ചയായി മാറി. ഇനി ബില്ല് അയക്കുമ്പോൾ 200 പ്രകാരം അസറ്റ് നൽകുന്നതിന് പരമാവധി 3 മാസം സമയമുണ്ട്, അതിനുള്ളിൽ ചെയ്തിരിക്കണം. അത് പൂർണ്ണമായിട്ടും പിന്നീട് ഒരു ഉത്തരവാദിത്വമായി മാറിയിരിക്കുന്നു. അപ്പൊ എല്ലാ ഗവർണർമാർക്കും ഉള്ള ഒരു മുന്നറിയിപ്പും ജനാധിപത്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതുമാണ് ഈ നിലപാട്. ജനാധിപത്യത്തെയും ഭരണഘടനയെയും ഉയർത്തിപ്പിടിക്കുന്ന വിധിയാണ്. ജനാധിപത്യ വിരുദ്ധ, ഭരണഘടന വിരുദ്ധമായ രീതികളിലൂടെ ജനഹിതത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ച ഗവർണർമാർക്കും ആ രൂപത്തിൽ അവർ ഉപയോഗിക്കാൻ ശ്രമിച്ച യൂണിയൻ ഗവൺമെന്റിനെതിരെയുള്ള ശക്തമായ താക്കീതാണ് സുപ്രീം കോടതി ഈ വിധിയിലൂടെ നടത്തിയിട്ടുള്ളത്. നമ്മുടെ കേസും ഇന്ന് തന്നെ പരിഗണിക്കുന്നുണ്ട്. അവരൊരു കേസ് വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം തന്നെ ഈ ജഡ്ജ്മെന്റ് കവർ ചെയ്തിട്ടുണ്ടെന്നാണ് ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്.